ഹായ്, എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് RIMC കുറിച്ചാണ്. അതിലെങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിനെക്കുറിച്ചും ഇതിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ജോയിൻ ചെയ്യാവുന്നതാണ്. RIMC അല്ലെങ്കിൽ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി സ്കൂളിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ വിവിധ സേനാവിഭാഗങ്ങളിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും RIMCയിൽ ചേരാവുന്നതാണ്. RIMCയിൽ ചേരുന്നതിലൂടെ NDAയിലേക്ക് പ്രവേശനം ലഭിക്കുകയും തുടർന്ന് സൈന്യത്തിലേക്കുള്ള പ്രവേശനം സുഗമമാക്കാനും ഇത് സഹായിക്കും. RIMC അല്ലെങ്കിൽ രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി സ്കൂൾ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സ്ഥിതി ചെയ്യുന്നത്. RIMC 1922 സ്ഥാപിതമായത്. ഇത് 2 പ്രാവശ്യമായിട്ടാണ് പരീക്ഷ നടത്തുന്നത്. ഒന്ന് ഡിസംബറിലും ഒന്ന് ജൂണിലും. RIMCയിലെ ക്ലാസ്സുകൾ 8 മുതൽ 12 വരെയാണ് ഉള്ളത്. സിലബസ് CBSE സിലബസാണ്. RIMCയിൽ +1 മുതൽ സയൻസ് ഗ്രൂപ്പ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ NDA എക്സാം എഴുതുന്നതിന് കുട്ടികൾക്ക് പൊതുവെ എല്ലാ വിഷയത്തിനെക്കുറിച്ചും അറിവ് ഉണ്ടായിരിക്കണം. വർഷത്തിൽ 50 കുട്ടികളെ RIMC സെലക്ട് ചെയ്ത് എടുക്കുന്നു. കുട്ടികൾക്ക് 8ാം ക്ലാസ് മുതലാണ് അഡ്മിഷൻ ആരംഭിക്കുന്നത് എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതിന് 7ാം ക്ലാസ് വരെ ഏതെങ്കിലും അംഗീകൃത വിദ്യാലയത്തിൽ പഠിച്ചവർ ആയിരിക്കണം. NDA ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്ക് RIMC ഒരു ലക്ഷ്യസ്ഥാനമാണ്. RIMCയിൽ ജോയിൻ ചെയ്യുന്ന 100% കുട്ടികളിൽ 80% കുട്ടികളും NDA വഴി സൈന്യത്തിൽ വളരെ ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നു. ഇന്ത്യയിലേക്ക് RIMC ഉത്തരാഖണ്ഡിൽ മാത്രമാണ് ഉള്ളത്. ഈ കാരണം കൊണ്ട് തന്നെ RIMCയുടെ പേര് ലിംഗ ബുക്കിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. പെൺകുട്ടികൾക്ക് RIMCയിൽ നേരത്തെ പ്രവേശനം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു കോർട്ട് ഉത്തരവിൻ പ്രകാരം പെൺകുട്ടികളുടെ ഉന്നമനം കണക്കിലെടുത്ത് RIMCയിൽ പെൺകുട്ടികൾക്കും പ്രവേശനം ലഭ്യമാണ്. 7ാം ക്ലാസ്സുകാർ അംഗീകാരമുള്ള സ്കൂളിൽ പഠിച്ചവരായിരിക്കണം. ഏതൊരു കുട്ടിക്കും RIMCയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സാമിന് ഏതാനും ദിവസം മുമ്പ് തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് വിതരണം ചെയ്യുന്നതാണ്. എഴുത്ത് പരീക്ഷ ആണ് ഉള്ളത്. ഇംഗ്ലീഷ്, ജനറൽ നോളജ്, മാത്സ് ഇങ്ങനെ 3 വിഷയങ്ങളാണ് ഉള്ളത്. റിസൾട്ട് വന്ന് പാസ്സാകുന്ന കുട്ടികളെ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതാണ്. ഇൻ്റർവ്യൂവിൽ പാസ്സാകുന്ന കുട്ടികളെ മിലിറ്ററി ഹോസ്പിറ്റലിൽ മെഡിക്കൽ എക്സാമിന് കൊണ്ടുപോകും. അതിലും പാസ്സാകുന്ന കുട്ടികൾക്ക് ജോയിനിങ് ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് RIMCയിൽ ജോയിൻ ചെയ്യാനുള്ള പ്രായപരിധി എത്ര എന്ന് നോക്കാം. 11നും 13നും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കണം. എക്സാം എഴുതുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറും മറ്റ് ടെസ്റ്റും ഒക്കെ തന്നെ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് വഴി ലഭ്യമാക്കുന്നതാണ്. ഫീസ് ജനറൽ കാറ്റഗറിക്ക് 600 രൂപയും മറ്റുള്ളവർക്ക് 555 രൂപയുമാണ്. ഈ എമൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറും മറ്റ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ തന്നെ ലഭ്യമാക്കുന്നതാണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ എഴുത്ത് പരീക്ഷ 2 ഘട്ടമായിട്ടാണ് നടത്തുന്നത്. ഒന്ന് ഡിസംബറിലും ഒന്ന് ജൂണിലും ആയിട്ടാണ് കണ്ടൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷിനും ജനറൽ നോളജിനും മാത്സിനും 7ാം ക്ലാസ്സിലെ സിലബസ് അനുബന്ധിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇംഗ്ലീഷും മാത്സും എഴുത്ത് പരീക്ഷയാണ്. എന്നാൽ ജനറൽ നോളജ് OMR രൂപത്തിലാണ് ഉള്ളത്. ഇംഗ്ലീഷിന് കോംപ്രിഹെൻഷൻ, റൈറ്റിംഗ്, എസ്സേ, ലെറ്റർ, സ്റ്റോറി റൈറ്റിംഗ്, ഗ്രാമർ, കോമൺ എറേഴ്സ്, സിനോണിയംസ് ആൻഡ് അന്റോണിയംസ്, ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. ഇതാണ് ഇംഗ്ലീഷിൻ്റെ സിലബസ്. മാത്സിന് 100 മാർക്കിൻ്റെ 2 സെറ്റാണ് ഉള്ളത്. അതായത് 20 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യനും
10 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യനും. അങ്ങനെ 2 സെറ്റായിട്ടാണ് മാത്സിൻ്റെ എക്സാം. അതിൽ മാത്സിൻ്റെ സിലബസ് എന്ന് പറയുന്ന നമ്പർ സിസ്റ്റം, HCF ആൻഡ് LCM അങ്ങനെ തുടങ്ങിയ 1-2 ഐറ്റംസാണ് നിങ്ങൾക്ക് മാത്സിലുള്ളത്. പിന്നെ ജനറൽ നോളജിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, ജനറൽ സയൻസ്, ജനറൽ നോളജ്, IQ ടെസ്റ്റ് ആൻഡ് സ്പോർട്സ്. ഇതാണ് നിങ്ങൾക്ക് ഈ ജനറൽ നോളജിൽ വരുന്നത്. ഇതിന് പാസ് മാർക്ക് എന്ന് പറയുന്ന 50 മാർക്കാണ്. സെലക്ട് ആവുന്ന കുട്ടികളുടെ ലിസ്റ്റ് RIMCയുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. സെലക്റ്റായ കുട്ടികൾക്ക് വൈവ എക്സാം ഉണ്ടായിരിക്കുന്നതാണ്. വൈവ വരുന്നത് ഏകദേശം മാർച്ച് സെപ്റ്റംബർ മാസങ്ങളിലാണ്. വൈവയിൽ പ്രധാനമായും കുട്ടികൾക്ക് അവർ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ്, കുട്ടികളുടെ കോൺഫിഡൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് മുൻതൂക്കം നൽകുന്നത്. അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ് ആർമി ഹോസ്പിറ്റലിലാണ് മെഡിക്കൽ ടെസ്റ്റ് നടക്കുന്നത്. അത് കൂടിക്കഴിഞ്ഞാൽ RIMCയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മെറിറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷവും സെലക്റ്റായ കുട്ടികൾ RIMCയിൽ ജോയിൻ ചെയ്യാതിരുന്നാൽ നെക്സ്റ്റ് റാങ്കിലെ കുട്ടികളെ അവർ ചൂസ് ചെയ്യുന്നതാണ്. അതിനാൽ ആ വെബ്സൈറ്റ് നോക്കി അതാത് സമയത്ത് കുട്ടികളെ ജോയിൻ ചെയ്യേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് മൈ ചാനൽ and share to our friends. Thank you to all.